ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗം. ഇന്ന് വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാൾ ദിവസമാണ്. ലോകമൊക്കെയും ഏറെ വിഖ്യാതരായ വിൻസെൻഷ്യൻ സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവ്, ദരിദ്രരോട് പക്ഷം ചേരുന്ന സഭയുടെ ഒരു മുഖം, പതിതരെയും പാവപ്പെട്ടവരെയും തന്നോട് ചേർത്ത് പിടിച്ച് സ്വർഗരാജ്യം അവർക്ക് കൂടെ ഉള്ളതാണ് എന്ന വലിയ ബോധ്യത്തിൽ അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു ധന്യവിശുദ്ധൻ. ഈ വിശുദ്ധൻ്റെ ഓർമ്മകൾ 2 കാര്യങ്ങളാണ് നമ്മളെ ഓർമ്മിപ്പിക്കുക. ഒന്ന്, നമ്മുടെ ഒട്ടുമിക്ക ഇടവകകളിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന വിൻസെൻ്റ് പോൾ സൊസൈറ്റി. ഒരുപക്ഷെ വൈദികരുടെ വലിയ ഇടപെടലുകളില്ലാതെ, എന്നാൽ വളരെ ഭംഗിയായി നമ്മുടെ അതിരൂപതയിലും ലോകമൊക്കെയുമുള്ള വിവിധ രൂപതകളിലും ഏറെ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യുന്ന വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ പ്രവർത്തകരെ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അവരുടെ ശക്തമായ നേതൃത്വത്തിൽ വിൻസെൻ്റ് പോൾ സൊസൈറ്റി വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു. പാവപ്പെട്ടവരെ തേടിപ്പിടിച്ച് അവരിലേക്ക് തങ്ങളുടെ സമ്പത്തിൻ്റെ ഓഹരി പങ്കുവയ്ക്കുന്ന, എല്ലാ ഞായറാഴ്ചകളിലും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് ആത്മബലം നേടി കടന്നു പോകുന്ന അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വിൻസെൻ്റ് പോൾ ജൂനിയർ കോൺഫറൻസ് എന്ന ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതും 28 വർഷക്കാലത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഒട്ടുമിക്ക ഇടവകയിലും വിൻസെൻ്റ് പോൾ പ്രവർത്തകരോട് ഹൃദയം ചേർത്ത് വെച്ച് പങ്കാളിയാകാനും സാധിച്ചതിൻ്റെ വലിയ നിർവൃതിയിലാണ് ഞാൻ ഈ വാക്കുകൾ പറയുക. അന്നൊക്കെ ഭവനങ്ങളിൽ പോയി പിടിയേരി പിരിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്ന ഒരു നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളിലെ ക്ലാസ് റൂമിൽ വിൻസെൻ്റ് പോൾ ജൂനിയർ കോൺഫറൻസിലെ അംഗങ്ങൾ ക്ലാസ്സിലെ എല്ലാവരോടും പണം യാചിച്ചു വാങ്ങിച്ച് പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് ഭക്ഷണവും പഠന സൗകര്യങ്ങളുമൊക്കെ ഒരുക്കി കൊടുക്കാനൊക്കെ ശ്രദ്ധാലുക്കളായിരുന്ന ഒരു കാലഘട്ടം ഞാൻ ഓർക്കുന്നു. ആ നല്ല ഓർമ്മകൾ ഇന്നും സന്തോഷത്തോടെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു. വിൻസെൻഷ്യൻ സന്യാസ സമൂഹത്തിൻ്റെ ശുശ്രൂഷകൾ ഏറെ സന്തോഷകരമായി ഏറ്റെടുത്ത് വചനപ്രഘോഷണ രംഗത്തും പ്രേക്ഷിത വേലകളിലുമൊക്കെ നിർണായക സ്വാധീനം ചെലുത്തുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും വചനപ്രഘോഷകരെയും ഒക്കെ നന്ദിയോടെ ഓർത്ത് അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു. ഇന്ന ദിവസം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വിളവ് അധികം വേലക്കാരോ ചുരുക്കം. തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്ന തിരുവചനമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്ത് നമ്മുടെ കേരള സഭയിൽ വൈദികർ ഏറെ ഉണ്ടായിരുന്നു. എൻ്റെ ബാച്ചിൽ പൗരോഹിത്യം സ്വീകരിച്ച 13 വൈദികരാണ് കോട്ടയം അതിരൂപതയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഏറ്റവും പുതിയ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഒരു വർഷത്തിൽ പൗരോഹിത്യം സ്വീകരിക്കുന്ന വൈദികരുടെ എണ്ണം 5ഉം 6ഉം ഒക്കെ ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. നമ്മുടെ പൗരോഹിത്യ സന്യസ്ത വിളികളിലേക്ക് കുടുംബങ്ങളിൽ നിന്ന് മക്കളെ അയക്കുവാൻ മാതാപിതാക്കളോ അങ്ങനെ ഒരു ശുശ്രൂഷയുടെ മേഖല തിരഞ്ഞെടുക്കാൻ നമ്മുടെ യുവ സുഹൃത്തുക്കളോ വലിയ താല്പര്യമെടുക്കാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ,
നല്ല ദൈവവിളികൾ ഉണ്ടാകുന്നത് വൈദികരെയും സന്യസ്തരെയും ഒക്കെ കുറിച്ച് കുറ്റം പറയാത്ത, നന്മ പറയുന്ന, അവർ ചെയ്യുന്ന സേവനത്തിന് വില കൽപ്പിക്കുന്ന ഭവനങ്ങളിൽ നിന്ന്. വികാരിയച്ഛനെയും മെത്രാനച്ഛനെയും പരിചയമുള്ള മറ്റ് വൈദികരെ ഒക്കെ കുറ്റപ്പെടുത്തുന്ന, അവരുടെ പ്രവർത്തനങ്ങളിലെ പുഴുക്കുത്തുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു സമൂഹം, അവർ കണ്ടെത്തിയ വിമർശനത്തിൻ്റെ ഭാഷയുമായി ഭവനത്തിലെത്തി, അല്ലെങ്കിൽ കവലകളിലും ചായക്കടയിലുമൊക്കെ ഇരുന്ന് ഈ കുറ്റപ്പെടുത്തലിൻ്റെ ഭാഷ സംസാരിക്കുമ്പോൾ അത് ഒരുപാട് തലങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ഇന്ന് പുതിയ കാലഘട്ടത്തിൽ ദൈവവിളികൾ കുറയാൻ ഒരു പരിധിവരെ കാരണം നമ്മുടെ കുടുംബങ്ങളിൽ വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, വൈദികർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന, വൈദികരെ പ്രോത്സാഹിപ്പിക്കുന്ന നന്മയുടെ മുഖം ഇന്ന് നഷ്ടപ്പെട്ടു പോയി എന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരുപക്ഷെ വൈദികരുടെ മാതൃകയും ദൈവജനം ആഗ്രഹിക്കുന്ന രീതിയിൽ ലഭിക്കുന്നില്ല. വേറെയും കാരണങ്ങൾ പലതുണ്ടാകാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ആഗ്രഹിക്കണ്ടേ, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു വൈദികൻ, എൻ്റെ കുടുംബത്തിൽ നിന്നൊരു സന്യാസിനി, അങ്ങനെയൊക്കെ ഒരു സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ, ദൈവവിളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിൻസെൻ്റ് പോളിൻ്റെ ഈ തിരുനാൾ ദിവസം സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അനുഗ്രഹീതമായ ശുശ്രൂഷയുമായി ദൈവജനത്തോടൊത്ത് നമുക്ക് പ്രവർത്തിക്കാം. എല്ലാ ആത്മീയ ശുശ്രൂഷകളും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. വിശുദ്ധ വിൻസെൻ്റ് പോൾ ധന്യവിശുദ്ധനിലൂടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.